കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് റുഖ്യ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹദീസിലും ഖുർആനിലും വന്നിട്ടുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് കൈ ചേർത്ത് പിടിച്ച് ആ പ്രാർത്ഥന ചൊല്ലുക. കൈയിലേക്ക് ചെറിയ രീതിയിൽ തുപ്പലുണ്ടാകുന്ന തരത്തിൽ ഊതിയിട്ട് ആരെയാണോ റുഖ്യ ചെയ്യുന്നത് ആ വ്യക്തിക്ക് തടവി കൊടുക്കുക. നമ്മുടെ സ്വന്തം ശരീരത്തിലാണെങ്കിൽ സ്വന്തം ശരീരത്തിൽ തടവുക. ഇതാണ് റുഖ്യ എന്ന് പറയുന്നത്. ഈ കാര്യം ഇത് ചെയ്യേണ്ടത് ആരാണ്? ആർക്കാണോ റുഖ്യ ചെയ്തു കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും അടുപ്പമുള്ള അവരുടെ ബന്ധുക്കൾ, സ്വന്തക്കാരാണ് റുഖ്യ ചെയ്തു കൊടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും നല്ലത്. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ, അവർ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. ജഅഫർ ഇബ്നു അബി ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ്, അബൂ താലിബിന്റെ മകൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വീട്ടിൽ ചെന്നപ്പോ അവരുടെ കുട്ടികളൊക്കെ വളരെ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടു. ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്, അദ്ദേഹം ഷഹീദായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാലി അറ അജ്സാമ ബനി അഖി ളാരിമ, എന്താണ് എന്റെ സഹോദരന്റെ മക്കളൊക്കെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അദ്ദേഹം ജഅഫർ ഇബ്നു അബി ത്വാലിബിനെ സ്വന്തം സഹോദരനായിട്ടാണ് കണ്ടത്. അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചു, ഹൽ തുസീബുഹുമുൽ ഹാജ, ദാരിദ്ര്യം കൊണ്ടാണോ, ഭക്ഷണമില്ലാത്ത അവസ്ഥയുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖാലത്ത് അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ, അങ്ങനെ ദാരിദ്ര്യമൊന്നുമില്ല, പട്ടിണിയായിട്ടില്ല. വലാകിന്നൽ ഐന തുസ്രിഉ ഇലൈഹിം, പക്ഷേ ഇവർക്ക് പെട്ടെന്ന് കണ്ണീർ തട്ടുന്ന കുഴപ്പമുണ്ട്, എപ്പോഴും കണ്ണീർ തട്ടുന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഖീഹിം, നീ അവർക്ക് റുഖ്യ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു. ഖാലത്ത് അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഅറൗതു അലൈഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, അങ്ങ് റുഖ്യ ചെയ്തു കൊടുക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കൂടുതൽ ഫലമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഫഖാല ഇർഖീഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തന്നെ അവർക്ക് റുഖ്യ ചെയ്തു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുഖ്യ മറ്റാരെക്കാളും ഫലിക്കുന്നതായിരിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, റുഖ്യ ചെയ്യേണ്ടത് മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുക, സഹോദരങ്ങൾ സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുക്കുക, മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളാണ് റുഖ്യയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതാണ് ഏറ്റവും ഫലം ലഭിക്കുന്ന പ്രാർത്ഥനകൾ, അതാണ് ഏറ്റവും അധികം ശിഫ ലഭിക്കാനുള്ള മാർഗങ്ങൾ. അള്ളാഹുവിന്റെ കലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടുള്ള പ്രാർത്ഥനകൾ, അത്തരം പ്രാർത്ഥനകൾ പഠിക്കുക, അത് മനഃപ്പാഠമാക്കുക, എന്നിട്ട് പതിവായി നമ്മുടെ സ്വന്തത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്നുള്ള രോഗങ്ങൾ, കാരണമറിയാത്ത മാനസിക വിഷമങ്ങൾ, ആത്മഹത്യകൾ, അതുപോലെ തന്നെ പെട്ടെന്ന് മനുഷ്യനെ ബാധിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾ, ഇതെല്ലാം കണ്ണീർ കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം ദുആകൾ നമ്മൾ മനഃപ്പാഠമാക്കി പഠിച്ച് അത് പതിവായി റുഖ്യ ചെയ്തുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തു കൊടുത്ത ഒരു റുഖ്യയുണ്ട്, റുഖ്യത്തു ജിബ്രീൽ എന്ന പേരിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ അറിയപ്പെട്ട റുഖ്യ. ബിസ്മില്ലാഹി അർഖീക്, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ റുഖ്യ ചെയ്യുന്നു, രോഗം മാറാൻ മന്ത്രിക്കുന്നു. മിൻ കുല്ലി ശൈഇൻ യുദീക്, നിന്നെ ഉപദ്രവിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഉപദ്രവത്തിൽ നിന്ന്. മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ, എല്ലാ ആത്മാക്കളുടെയും അസൂയക്കാരുടെ കണ്ണിൽ നിന്നും, അസൂയക്കാരുടെ കണ്ണുകളുടെയും ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിനക്ക് റുഖ്യ ചെയ്യുന്നു. അല്ലാഹു യശ്ഫീക്, അതിൽ നിന്നെല്ലാം അള്ളാഹു നിനക്ക് ശിഫ നൽകട്ടെ. ബിസ്മില്ലാഹി അർഖീക്, അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട്, അവന്റെ നാമം കൊണ്ട് ഞാനിതാ മന്ത്രിക്കുന്നു. ഈ ദുആ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ചെയ്തു കൊടുക്കാറുള്ള റുഖ്യയുണ്ട്. അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, മുദ്ഹിബൽ ബഅസ്, രോഗങ്ങൾ മാറ്റുന്നവനെ, ഇശ്ഫി അൻത ഷാഫി, നീ ഈ വ്യക്തിക്ക് ശിഫ നൽകണം. അൻത ഷാഫി, നീയാണ് ശിഫ നൽകുന്നവൻ, രോഗശമനം നൽകുന്നവൻ. ലാ ഷാഫിയ ഇല്ലാ അൻത്, നീ അല്ലാതെ ശമനം നൽകാൻ ഒരാളുമില്ല. ശിഫാഅൻ ലാ യുഗാദിറു സഖമ, ഒരു രോഗവും ബാക്കിയില്ലാത്ത വിധത്തിൽ പരിപൂർണമായ ശിഫ നൽകണം എന്നുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുഖ്യയാണ്. ഇത് പഠിക്കണം, ഇത് നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കണം. സഹോദരങ്ങളെ, അതുപോലെ കണ്ണീർ ഫലിക്കാതിരിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്, നമുക്കിഷ്ടമുള്ള വല്ലതും കണ്ടാൽ, നമ്മുടെ സ്വന്തം കുടുംബത്തിലോ ശരീരത്തിലോ നമ്മുടെ സഹോദരങ്ങളിലോ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള വല്ലതും കണ്ടാൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വസ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തട്ടെ, ഈ അനുഗ്രഹം അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വജദ ഫീ നഫ്സിഹി ഔ മാലിഹി ഔ വലദിഹി മാ യുഅജിബു, ആരെങ്കിലും സ്വന്തം ശരീരത്തിൽ അല്ലെങ്കിൽ തന്റെ സമ്പത്തിൽ, തന്റെ മക്കളിൽ എന്തെങ്കിലും നല്ലത് കണ്ടാൽ, ഇഷ്ടമുള്ള എന്തെങ്കിലും കണ്ടാൽ, മറ്റുള്ളവരിൽ കണ്ടാലും ഇത് ബാധകമാണ്. സ്വന്തത്തിൽ കാണുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വല്ലതും കണ്ടാൽ ഫൽയദ്ഉ ബിൽ ബറക, ബറക്കത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ബാരിക് ലഹു, അല്ലാഹു ഇവനെ ബറക്കത്ത് ചെയ്യണേ. അല്ലാഹുമ്മ ബാരിക് ഫീഹി, അല്ലെങ്കിൽ ബാറക്കല്ലാഹു ലക, ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നൽ ഐന ഹഖ്ഖുൻ, കാരണം കണ്ണീർ സത്യമാണ്, കണ്ണീർ ഫലിക്കുമെന്നതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്.
അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമ്മൾ പറഞ്ഞു. കണ്ണീർ ഫലിച്ചു എന്ന് നമുക്ക് സംശയം തോന്നിയാൽ ആരെ കൊണ്ടാണ് ഇത് ഫലിച്ചിരിക്കുന്നത് എന്നാണോ നമുക്ക് തോന്നുന്നത്? അവർ വുളൂ ചെയ്ത വെള്ളം അത് കണ്ണീർ തട്ടിയ ആൾക്ക്, രോഗിയായ ആൾക്ക് ഒഴിച്ചു കൊടുക്കുക, ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കുക, ആ വെള്ളം കൊണ്ട് കുളിക്കുക. ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും നമ്മോട് ആവശ്യപ്പെട്ടാൽ നിന്നെ കൊണ്ട് കണ്ണീർ തട്ടിയെന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് വിഷമം തോന്നാൻ പാടില്ല. അവിടെ നമുക്ക് ഒരു കിബിർ തോന്നാൻ പാടില്ല. എങ്ങനെയാണ് അവൻ എന്നെ സംശയിക്കുക എന്ന് ചിന്തിക്കരുത്. ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ അസൂയ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കണ്ണീർ തട്ടാൻ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നൊരാൾ പറയുകയാണെങ്കിൽ, സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവനോട് സഹകരിക്കുക, വുളൂ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യുഅ്മറുൽ ആയിനു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആരുടെ കണ്ണീറാണോ തട്ടിയത് അവനോട് കൽപ്പിക്കുമായിരുന്നു, ഫയതവല്ല, അവൻ വുളൂ ചെയ്യും, അവനോട് വുളൂ ചെയ്യാൻ പറയും, അവൻ വുളൂ ചെയ്ത് കൊടുക്കും. സുമ്മ യഗ്തസിലു മിൻഹുൽ മഈൻ, എന്നിട്ട് കണ്ണീർ തട്ടിയ രോഗി അവൻ ആ വെള്ളം കൊണ്ട് കുളിക്കും. ഇത് പതിവായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ചിരുന്ന കാര്യമാണ്. അപ്പൊ സ്വഹാബിമാർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, എന്നെ അവൻ സംശയിച്ചല്ലോ എന്നൊരു വിഷമം തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളോട് ഇങ്ങനെ കണ്ണീറിന്റെ പേരിൽ സംശയം തോന്നിയിട്ട് കുളിച്ച് ആ വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്തു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതിനർത്ഥം കണ്ണീർ ഫലിക്കും, അതിന് ശർഈയായി രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കണ്ണീർ നിന്ന് രക്ഷപ്പെടാൻ, സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ, പിശാചിന്റെ ഉപദ്രവം നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ ആളുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ആചാരങ്ങളും, എല്ലാ കർമ്മങ്ങളും നമ്മൾ അംഗീകരിക്കുന്നു എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയിട്ടുള്ളതാണ് കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും വസ്തുക്കൾ ശരീരത്തിൽ കെട്ടുക എന്നുള്ളത്. മൻ തഅല്ലഖ ശൈഅൻ, ആരാണോ വല്ല ഏലസും വല്ല ചരടും ശരീരത്തിൽ കെട്ടുന്നത്, ഉഖില ഇലൈഹി, അള്ളാഹു അവന്റെ സംരക്ഷണം ഉപേക്ഷിച്ച് ആ ചരടിനെ ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ ആ ചരട് നോക്കിക്കൊള്ളട്ടെ അവന്റെ കാര്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും തകിട് കെട്ടുക, ഏലസ് കെട്ടുക എന്നുള്ളത് അത് ഇസ്ലാമിലുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഒരു മുഅ്മിൻ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണീർ ഫലിക്കും, സിഹർ ഫലിക്കും എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ തീരുമാനത്തിന് പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ ഈ കണ്ണീറിന്റെ ആളുകൾക്ക് അല്ലെങ്കിൽ സാഹിറിന് സാധിക്കുമെന്നല്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം, രോഗങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നതുപോലെ കണ്ണീറും അള്ളാഹുവിന്റെ തീരുമാനമാണ്. രോഗം മാറാൻ അള്ളാഹു മരുന്നുകൾ സൃഷ്ടിച്ചു എന്നതുപോലെ കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നുവെന്ന് മാത്രം. അവൻ പറഞ്ഞു തന്ന മാർഗങ്ങളല്ലാതെ അവന്റെ കലാമും റസൂലിന്റെ ഹദീസുകളും ദീൻ അംഗീകരിക്കുന്ന റുഖ്യയും ഇതല്ലാത്ത ഒരു മാർഗവും സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ വിധിയിൽ അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. ഇതെല്ലാം ഫലിക്കുന്നത് അള്ളാഹുവിന്റെ വിധി കൊണ്ട് മാത്രമാണ്. വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഉ അലാ അൻ യൻഫഉക ബിശൈഇൻ, ലോകത്തുള്ള സകല മനുഷ്യന്മാരും, മനുഷ്യനും ജിന്നും എല്ലാ സൃഷ്ടികളും ഒരുമിച്ച് കൂടി നിനക്ക് വല്ല ഉപകാരവും ചെയ്യാൻ തീരുമാനിച്ചാൽ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അള്ളാഹുവിന്റെ തീരുമാനമല്ലാതെ, അവൻ നിനക്ക് വിധിച്ച ഉപകാരമല്ലാതെ ആർക്കും ചെയ്യാൻ സാധിക്കുകയില്ല. വലൗ അന്നഹു ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ, നിനക്ക് വല്ല ഉപദ്രവവും ചെയ്യാൻ ലോകത്തുള്ള സകല സാഹിര്യങ്ങളും സകല ജിന്നുകളും മനുഷ്യന്മാരും കൂടി ചേർന്ന് തീരുമാനിച്ചാലും ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്, അള്ളാഹു നിന്നെ ബാധിക്കണമെന്ന് തീരുമാനിച്ച ഒരു മുസീബത്ത് അല്ലാതെ ബാധിക്കാൻ പോകുന്നില്ല. റൂഫിഅത്തിൽ അഖ്ലാം, വിധി എഴുതുന്ന പേനകൾ, അള്ളാഹുവിന്റെ ഖദർ വിധി രേഖപ്പെടുത്തുന്ന പേനകൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ എഴുതാനുള്ള പേന അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും ആ പേനയെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റൂഫിഅത്ത്, ആ പേനകൾ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. വജഫത്ത് സുഹഫ്, നമ്മുടെ വിധികൾ എഴുതിയിട്ടുള്ള ഏടുകൾ ഉണങ്ങിക്കഴിഞ്ഞു, അതിനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. അതുകൊണ്ട് ഈ അടിയുറച്ച വിശ്വാസത്തോടു കൂടി വേണം ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള ഷർറുകളിൽ നിന്നും നമ്മെവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, കണ്ണീറിൽ നിന്നും, കടബാധ്യതയിൽ നിന്നും, ദുനിയാവിലും ആഖിറത്തിലും ബാധിക്കുന്ന എല്ലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു തആല നമ്മയും നമ്മുടെ മക്കളെയും സഹോദരങ്ങളെയും എല്ലാ മുസ്ലിമീങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. أقول ما سمعتم وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم.